ഷെയ്ഡ് ലവിംഗ് ട്രീ ആണ് മംഗോസ്റ്റിന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഓപ്പൺ സ്പേസ് ആണല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ മരങ്ങൾ ഇവിടെ വെക്കാൻ. ഈ മംഗോസ്റ്റിന്റെ ഞാൻ എവിടെ വെച്ചാന്ന് ഞാൻ ഓർക്കുന്നില്ല, മംഗോസ്റ്റിന്റെ ഈ കവർ ഉൾപ്പെടെ അവരൊരു സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്, ആന്റി ക്യാൻസറസ് ആണെന്നൊക്കെ പറഞ്ഞ് ആ സിറപ്പ് ഞാൻ കുടിച്ചിരുന്നു. പക്ഷെ ഭയങ്കര കമർപ്പായിരുന്നു. ഇത് ഞാൻ പൊട്ടിച്ചോട്ടെ. ഇതിന്റെ പുറത്ത് നല്ല മെറൂൺ കളറിലുള്ള ഒരു ഔട്ടർ കവർ ഉണ്ടാവും. മംഗോസ്റ്റിന് ഓപ്പൺ ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. ഇങ്ങനെ മേളിലത്തെ തൊപ്പി അങ്ങ് ഊരി എടുക്കുന്ന പോലെ അങ്ങ് എടുത്താൽ മതി അല്ലേ. തൊപ്പി ഇങ്ങനെ ഊരി എടുക്കുന്ന പോലെ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞ് ഇങ്ങനെ ചുമ്മാ വലിച്ച് കുടിച്ചാൽ മതി അല്ലേ. ശരിക്കും നമ്മുടെ കുടംപുളിയില്ലേ, എനിക്ക് കുടംപുളി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ തോട്ടിലൂടെ ഇങ്ങനെ ഒഴി വരും, നമ്മൾ കുളിക്കാൻ നിൽക്കുമ്പോഴൊക്കെ തോട്ടിലൂടെ ഒഴി, അതിങ്ങനെ പെറുക്കി പൊട്ടിച്ച് കഴിക്കുക. ഇത് കൊടംപുളിയുടെ അതേ ഫാമിലി തന്നെയാണ്, ഗാർസിനിയ ഫാമിലി തന്നെ പെട്ട ഒരു ഫ്രൂട്ടാണ് മാംഗോസ്. അതെ, നല്ല മധുരമാണ്. പക്ഷെ ചെറിയൊരു പുളി നമുക്ക് എന്തായാലും ഉണ്ടാവും. ആ പുളി പക്ഷെ ഇതിന്റെ തോടിന് ഭയങ്കര കമർപ്പാണ് കേട്ടോ. ഇത് കറയാണ്, ഇതിന്റെ കുരു കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. കാരണം തുപ്പി കളയാനായിട്ട് മനസ്സ് വരത്തില്ല. ഈ കൊക്കോക്ക കഴിച്ചിട്ടുണ്ടോ? കൊക്കോക്കായുടെ ഒക്കെ എന്ന് പറഞ്ഞാണല്ലോ, കൊക്കോക്കായുടെ കുരു കഴിക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. അത് തുപ്പിക്കളയാൻ നമുക്ക് മനസ്സ് വരികയില്ല. അതുപോലെ തന്നെയാണ് മംഗോസ്റ്റിനും. ഇത് എത്ര നാളെടുക്കും ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട് ആവാനായിട്ട്? നല്ല തണലുള്ളിടത്തു നിന്ന് കിളുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തണലെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു അമിതമായ തണൽ ഒരിക്കലും നമ്മൾ മനസ്സിൽ കാണരുത്. മാക്സിമം ഒരു 30%. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ തെങ്ങൊക്കെ നിപ്പുണ്ടെങ്കിൽ അതിന്റെയൊക്കെ എടുത്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു പാർഷ്യൽ ഷെയ്ഡ് എന്നുള്ളത് മാത്രമേ വരാവുള്ളൂ. ഇപ്പൊ സാധാരണ ആളുകൾ ചോദിക്കുക റബ്ബർ തോട്ടത്തിലൊക്കെ വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുക, ഷെയ്ഡ് കേൾക്കുമ്പോൾ ഒരിക്കലും പറ്റുകയില്ല. ഒരു പാർഷ്യൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ മാംഗോസിനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മാംഗോസിന് ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് രീതികളൊന്നുമല്ല. നമ്മൾ വിത്ത് മുളച്ച തൈകളാണ് നടീലിനായിട്ട് ഉപയോഗിക്കുന്നത്. ആ മാംഗോസിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത, അത് ആൺപെൺ വ്യത്യാസമില്ലാത്തൊരു മരമാണ്. മറ്റ് സാധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാ പഴവർഗ്ഗങ്ങളിലും ആൺപെൺ വ്യത്യാസമുണ്ട്. വിത്ത് മുളച്ചു വരുന്ന തൈകൾ ആണോ പെണ്ണോ നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ മാംഗോസിൽ ആൺപെൺ വ്യത്യാസമില്ല. വിത്ത് മുളച്ചുണ്ടാകുന്ന എല്ലാ തൈകളും കായ്ക്കും ഇതിനകത്ത്. അതുപോലെ തന്നെ മുമ്പേ സെബാസ്റ്റ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഒരു കുരുവേ പ്രധാനമായിട്ടുണ്ടാവുള്ളൂ. അതെ, അല്ലെങ്കിൽ 2 കുരു മാക്സിമം. അത് നമുക്ക് അല്ലിയായിട്ടാണല്ലോ, നമ്മുടെ പുള്ളിയുടെ ഒക്കെ അല്ലികളായിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു വലിയ അല്ലിയ ഉണ്ടാകും, അതിൻ്റെ അകത്തായിരിക്കും സീഡും ഉള്ളത്. അത് ഞാനിപ്പം കഴിച്ചതിനകത്ത് 2 എണ്ണം. ഒരെണ്ണം വലിയ കുരു ഉണ്ടായിരുന്നു, ഒരെണ്ണം ചെറിയ കുരു. പക്ഷെ ബാക്കിയെല്ലാം കുരു ഇല്ലാത്ത അല്ലികൾ, നല്ല ഫ്ലഷ് ആയിട്ട് തന്നെ നമുക്ക് ഇതും കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളിപ്പോ സാധാരണ ഇവിടെ ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ അത്ര ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത മരത്തിലേക്ക് പോവാം അല്ലേ? അതെ, നമ്മൾ അടുത്ത ഫ്രൂട്ടിന്റെ അടുത്തേക്ക് പോകുമായിരുന്നു, അടുത്ത മരത്തിന്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അന്നേരമാണ് റെജിൻ ഒരു കാര്യം കൂടെ പറഞ്ഞത്. ഇതിനകത്ത് എത്ര അല്ലി ഫ്രൂട്ട്സ് ഉണ്ടാവുമെന്ന് ഏകദേശം ഒരു കണക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചുവടൊന്ന് നോക്കിയാൽ മതി അല്ലേ? അതെ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിന്റെ ചുവട്ടിൽ ഈ പൂ പോലെ നിൽക്കുന്ന ഈ സാധനമില്ലേ, അതിൽ 1 2 3 4 5 6 7 ഇതളുണ്ട്. അതുപോലെ തന്നെ ഈ അല്ലി എണ്ണ കാണുന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7. ഇതിനകത്ത് 2 എണ്ണത്തിൽ കുരുവുള്ളതാണ്, ബാക്കിയുള്ളതിന് കുരു ഇല്ലാത്തതാണ്. ഇത് രണ്ടും കുരുവുള്ള അല്ലികളാണ്. നമുക്ക് ഒരെണ്ണം കൂടെ പരീക്ഷിച്ച് നോക്കാം. ഇത് അല്ലിയുടെ എണ്ണം അല്ലേ? അല്ലിയുടെ എണ്ണം. ഇതിൽ എത്ര എണ്ണം? 1 2 3 4 5. എക്സാക്ട്ലി 5 എണ്ണം. 1 2 3 4 5. അതിൽ ഒരെണ്ണം മാത്രം സീഡുള്ളത്, മറ്റേതിനൊന്നും സീഡ് ഇല്ലാത്തതാണ് അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ഗുട്ടൻസ്. നമുക്ക് ഇനിയിപ്പോ അടുത്ത മരത്തിലേക്ക് പോവാം അല്ലേ? നമ്മളിപ്പോ ഒരു വെറൈറ്റി റംബൂട്ടാന് മുമ്പിലാണ് വന്നിരിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള റംബൂട്ടാൻ. നമ്മൾ E35 എന്നാണ് ഈ റംബൂട്ടാൻ വെറൈറ്റിയുടെ പേര്. ഈ നമ്പേഴ്സ് ആണ് ഇതിനെ വേർതിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഞങ്ങളെ N18 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 80 നമ്പേഴ്സ് കൊണ്ട് 1 kg. E35 ഓൾമോസ്റ്റ് 35 നമ്പേഴ്സ് കൊണ്ട്. അപ്പൊ ഇത് താരതമ്യേന ചെറുതാണ്, അതുകൊണ്ട് എണ്ണം കൂടുതൽ വേണം. മഞ്ഞയാണ് കളർ, പുറമേയുള്ള കളർ മഞ്ഞയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി. ഈ ഇനത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹോം ഗ്രോൺ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ മധുരമുള്ള വെറൈറ്റി E35 ആണ്. ഈ മഞ്ഞ കളറുള്ളത്. പക്ഷെ അതിന്റെ ഒരു ചെറിയ